ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ കർത്താവ് തക്ക സമയത്ത് ഉത്തരങ്ങളെ നൽകുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ഉണ്ണി ദേവിയാണ്. ഒരു കണിയ കുടുംബത്തിൽ ജനിച്ച് ഒരു മന്ത്രവാദിയുടെയും ജോത്സ്യന്റെയും ഒക്കെയും കൊച്ചുമകളായി ഇരുന്ന പ്രിയ സിസ്റ്ററിന്റെ പിതാവും ഒക്കെയും കർത്താവിനെ കണ്ടുമുട്ടിയതായ അനുഭവമാണ് നമ്മോടൊപ്പം ഷെയർ ചെയ്യുന്നത്. അത് കേൾവിക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരുമെന്ന് ഞാൻ കർത്താവ് വിശ്വസിക്കുന്നു. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് ആ പ്രിയ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കുടുംബമായി ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. ഓക്കെ ബ്രദറെ, പേരെന്തുവാ? എന്റെ പേര് ഷൈൻ എന്നാണ്. ഓക്കെ, ഇത് ഉണ്ണിദേവി അറിയാം. കുഞ്ഞുങ്ങളുടെ പേരെന്തുവാ? കൊച്ചുങ്ങളുടെ പേരെന്തുവാ? ഏഞ്ചൽ ഷൈൻ. പേര് പറ. ഏഞ്ചൽ ഷൈൻ. ഓക്കെ, ഏഞ്ചൽ ഷൈൻ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബം കർത്താവ് തിരഞ്ഞെടുത്തല്ലോ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹല്ലേലൂയ സാക്ഷ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പ. ഞങ്ങളുടെ സന്നിധാനത്തിൽ ഞങ്ങളായിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അടിയനോടും ഈ കുടുംബത്തോടും കൂടെ ഇരിക്കണമേ കർത്താവേ. അങ്ങ് തിരഞ്ഞെടുത്ത് നിന്റെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ മക്കളാക്കി തീർത്തല്ലോ. ഒരുപാട് ഹല്ലേലൂയ വിഷയങ്ങളിലൂടെ കടന്നു വന്നു. വിധങ്ങളൊക്കെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുവാനും ദൈവം അവിടുന്ന് സഹായിക്കും ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഉണ്ണി സിസ്റ്റർ എവിടുന്നാണ് ഇപ്പൊ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഉച്ചക്കട. എന്റെ വീട് കോളൂരാണ്. കെട്ടിക്കൊണ്ട് പോയത് ഉച്ചക്കടയിലാണ്. ഉച്ചക്കട തിരുവനന്തപുരം ഇല്ലേ? തിരുവനന്തപുരം ഉച്ചക്കട. ഓക്കെ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. പ്രിയ സിസ്റ്ററിന്റെ അനുഭവ സാക്ഷ്യങ്ങളെ ഷെയർ ചെയ്ത ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടിയന് കുടുംബമായി തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ജോയ്സ് ടിവിയിലൂടെ കർത്താവിന്റെ സാക്ഷിയായിരിക്കാൻ തക്കവണ്ണം അടിയനെയും കുടുംബത്തെയും സഹായിച്ച യേശുപ്പച്ചന് ആദ്യമായി ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അടിയന് ഇപ്രകാരം ജോയ്സ് ടിവിയിലൂടെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തൃദാസി ജോയ്സ് ആന്റിയെ വീണ്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആന്റിയും കുടുംബത്തിനും ഞങ്ങളുടെ ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അടിയന് ഇങ്ങനൊരു അവസരം ഒരുക്കി ശരിക്കും കിട്ടിയത് എൻ്റെ ചേച്ചിയിലൂടെയാണ്. ചേച്ചിയുടെ പേര് സൗമ്യ എന്നാണ്. പ്രിയ ചേച്ചിക്ക് കിട്ടിയ ഒരു അവസരമാണ്. അപ്പം ചേച്ചി എന്നോട് ചോദിച്ചു, ചേച്ചി എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പെങ്ങളാണ് സൗമ്യ ചേച്ചി. ഒരു കുടുംബമായി ബാംഗ്ലൂരിലായിരിക്കുന്നു. അപ്പൊ ചേച്ചി എന്നോട് ചോദിച്ചു, മോനെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി, ഇപ്പൊ ഞാൻ പറയുന്നില്ല, നീ പറയുമോന്ന് ചോദിച്ചു. അത് ഞാൻ സ്നേഹപൂർവ്വം ഏറ്റെടുത്തു. കർത്താവ് ഞങ്ങൾക്ക് ഒരു അവസരം ഒരുക്കി തന്നതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാനൊരു 4 വരി പാട്ട് പാടിയതിനു ശേഷം ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കടന്നോളാം. പ്രണീതമാണ് അടിയനുള്ള ഹൃദയമെങ്കിലും കണിശമായും അവരനോട് കനിവു കാട്ടണേ. പ്രണീതമാണ് അടിയനുള്ള ഹൃദയമെങ്കിലും കണിശമായും അവരനോട് കനിവു കാട്ടണേ. മണ്ണോട് മണ്ണായി ഞാൻ തീർന്നാലും എൻ പ്രാണൻ വിണ്ണോടു ചേർക്കുന്നു നിൻ കാരുണ്യം. മണ്ണോട് മണ്ണായി ഞാൻ തീർന്നാലും എൻ പ്രാണൻ വിണ്ണോടു ചേർക്കുന്നു നിൻ കാരുണ്യം. നിന്റെ രാജ്യത്തിൽ പൊഞ്ചിരിച്ചു ഞാൻ നിൽക്കുമേ. അലിവുള്ള ഹൃദയം അഴകുള്ള പവിഴം അഴുകാതെ നിലനിന്നിടും. നസ്രായനീശോ അനുകമ്പയേറും ആത്മാവെനിക്കേകണേ നീ. അരിവുള്ള
ആമേൻ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഉണ്ണിദേവി എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ഉണ്ണി എന്നാണ്. അമ്മ ലത. ഞാൻ അവർക്ക് രണ്ടുപേർക്ക് ഏക മകളാണ്. ഞാനൊരു കണിയാർ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ ഒരു 5 വയസ്സ് വരെ ഞാനും എൻ്റെ അച്ചാച്ചനും അമ്മച്ചും വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ തന്നെ ആയിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛന് തടിമില്ലിലാണ് ജോലി. അപ്പം തടിമില്ലിൽ ജോലി ആയിരിക്കുന്ന സമയത്ത്, അതായത് അപ്പൊ എനിക്കൊരു 5 വയസ്സാണ്. ആ 5 വയസ്സിൽ എന്നെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ കൈ വാളിന്റെ ഇടയിൽ കൊണ്ട് 5 വിരൽ മുറിഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നെ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർക്കുന്നത്. അങ്ങനെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ശരിക്കും ഇവിടെ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പോയ പേര് ദേവി ഉണ്ണി ദേവി ഉണ്ണി ദേവി ഉണ്ണി എന്നായിരുന്നു. എന്നാൽ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും ടീച്ചർമാര് ചോദിച്ചു പേരെന്നാ ചോദിച്ചപ്പം പറഞ്ഞു ഉണ്ണി ദേവി എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണി ദേവി എന്നായി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ വന്നു. എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും മദ്യപാനം ആരംഭിക്കാൻ തുടങ്ങി. മദ്യപാനം എന്ന് പറഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തിന്റെ 16ാമത്തെ വയസ്സ് മുതൽ തന്നെ അദ്ദേഹം ഒരു മിനിറ്റ് സിസ്റ്റർ, ഈ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാലോ, കുടുംബത്തെ കുറിച്ച് അവരുടെ പറയാം. എൻ്റെ അച്ഛന്റെ പേരെന്ന് പറയുന്നത് ഗംഗാധരൻ ആശാൻ എന്നാണ്. അദ്ദേഹം ഈ നാട്ടിലെ തന്നെ ഒരു പ്രശസ്തനായ ഒരു മന്ത്രവാദിയാണ്. കാരണം വരുന്ന ആൾക്കാർക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒരുപാട് ദുഷ്ടക്രിയകളൊക്കെ ഇതിലൂടെയൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മ വീടെന്ന് പറയുന്നത് തിരുവല്ല മേപ്രായിലാണ്. എൻ്റെ അവിടുത്തെ വല്യച്ഛൻ മീൻസ് അമ്മയുടെ അച്ഛൻ ഒരു ജോത്സ്യനാണ്. കാരണം പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛൻ തന്റെ ചെറുപ്രായത്തിൽ എന്ന് പറഞ്ഞ വിവാഹപ്രായമൊക്കെ ആയ സമയത്ത് എൻ്റെ അച്ഛൻ എൻ്റെ അപ്പൂപ്പനുമായിട്ട് അടിയോടി അദ്ദേഹം വഴക്കുണ്ടാക്കി എൻ്റെ അപ്പൂപ്പനെ എടുത്ത് ഒരു കുഴിയിൽ തള്ളിയിട്ടതിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് നാട് വിട്ട് ചങ്ങനാശ്ശേരിയില് എൻ്റെ അച്ഛന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ചെല്ലുകയും അവിടെ നിന്നുമാണ് ഈ തടിപ്പണി പഠിച്ച് അദ്ദേഹം നല്ലൊരു മേസ്തിരിയായത്. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അമ്മയെ പോയി കാണുകയും വിവാഹം കഴിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ 5 വയസ്സ് വരെ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു. എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പം ഇതിനു മുൻപ് തന്റെ ചെറുപ്രായത്തിൽ തന്നെ മദ്യപാനം ആരംഭിച്ചു, സിഗരറ്റ് വലി ആരംഭിച്ചു, അതുപോലെ പരസ്ത്രീകളുമായി ബന്ധം തുടങ്ങി. അങ്ങനെ വളരെ മോശപ്പെട്ട ഒരു ജീവിതം തന്നെ തന്റെ ചെറുപ്രായത്തിൽ താൻ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെറിയ സന്തോഷവും കുടുംബമായിട്ടൊക്കെ പോയി. ഞാൻ ജനിച്ചു. എൻ്റെ 5 വയസ്സ് വരെയും വളരെ സന്തോഷമായിട്ട് പോയി. അത് കഴിഞ്ഞ് അച്ഛൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പൂർണ്ണമായിട്ട് മദ്യപാനം ആരംഭിക്കാൻ തുടങ്ങി. മദ്യപിച്ചു കൊണ്ടുവന്ന് എന്നെ എൻ്റെ അമ്മ ഒരുപാട് തല്ലിയെന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ അടിക്കുന്നത് തന്നെ വലിയ ഡെസ്ക് എടുത്ത് എൻ്റെ അമ്മയുടെ പുറത്തെടുത്തിട്ടിട്ട് അതിന്റെ മണ്ടേ കയറി ഇരുന്നാണ് എൻ്റെ അച്ഛൻ അടിക്കുന്നത്. എത്ര ഇടിയും കൊണ്ടാലും എൻ്റെ അമ്മ, കാരണം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അടിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ ഓടിച്ചെന്ന് കാലിൽ കിടന്ന് പിടിക്കും. അച്ഛാ അമ്മ അടിക്കരുതെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ വലത് കാല് കൊണ്ട് എന്നെ ദൂരെ എടുത്തെറിയുമായിരുന്നു. അവിടുന്ന് ഞാൻ ഓടി വരും. എന്നാലും എനിക്ക് അടി പേടിച്ച് ഞാൻ ഒരിടത്ത് ഒതുങ്ങിയിരിക്കും. കാരണം ആ അടിയെല്ലാം എൻ്റെ അമ്മ തന്നെയാണ് കൊള്ളുന്നത്. എൻ്റെ അമ്മയെ ഇങ്ങനെ അടിക്കുമ്പോൾ ഈ ഡെസ്ക് ഒക്കെ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ബോധമൊക്കെ നഷ്ടപ്പെടും. പിന്നെ ഞാൻ പതുക്കെ ചെന്ന് അതൊക്കെ ആ തടിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ പതുക്കെ എണീറ്റ് വരുമ്പോഴത്തേക്കിന് ഇവിടെ ഒക്കെ പാടായിരിക്കും. പുറമൊക്കെ നല്ല പാടായിരിക്കും. പാടെന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്ന നൈറ്റിയൊക്കെ വലിച്ച് കീറും അച്ഛൻ. അതുപോലെ എടുത്തിട്ട് അടിക്കും. അത് കഴിഞ്ഞിട്ട് അടിക്കുന്നത് വാള് കൊണ്ടടിക്കും. പിന്നെ താൻ പേന്റി കെട്ടിരിക്കുന്ന ബെൽറ്റ് കൊണ്ട് എൻ്റെ അമ്മയെ അടിക്കും. എൻ്റെ അമ്മ ശരിക്കും എന്താ പറയണ്ടേ, എൻ്റെ അമ്മ ആയതുകൊണ്ടാണ് ഇത്രമേലും സഹിച്ചു ഇന്ന് ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. കാരണം എൻ്റെ അമ്മ എൻ്റെ അച്ഛനും എത്ര അടിച്ചാലും എൻ്റെ അച്ഛനെ എൻ്റെ അമ്മ ഇതുവരെ ശപിക്കുകയോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അമ്പലങ്ങളിൽ പോകുമായിരുന്നു. ദിവസം ഞങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് ഒരു തുളസി കതിരൊക്കെ വെച്ച് പട്ടുപാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഞാൻ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ, ദൈവമേ എന്തിന്
എന്തിനാ ഇങ്ങനൊരു അച്ഛനെ ഞങ്ങൾക്ക്, ഇങ്ങനൊരു അച്ഛനെ വേണ്ട. എത്രയോ നല്ല മനുഷ്യർ ഈ ഭൂമിയിൽ നീ വിളിക്കുന്നു, വണ്ടി ഇടിച്ചും അല്ലാതെയൊക്കെ എത്രയോ പേര് മരണപ്പെട്ടു വന്നു. അതുപോലെ എന്റെ അച്ഛനെ അങ്ങ് എടുത്താൽ മതി, എനിക്ക് ഇങ്ങനൊരു അച്ഛനെ വേണ്ടാന്ന് ഞാൻ ശരിക്കും അമ്പലങ്ങളിൽ പോകുമ്പോ അന്ന് എന്റെ അറിവില്ലായ്മ കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ഇതുപോലെ തന്നെ എന്റെ അച്ഛനാണെങ്കിൽ ശരിക്കും കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ റോഡിൽ നിന്ന് തുടങ്ങും ലതമോളെ, ദേവിമോളെ, എന്നെ ദേവിമോളെ എന്നാ വിളിക്കും. ദേവിമോളെ നാട്ടുകാരെല്ലാം വിളിച്ചു കൂവി ഇങ്ങി വരുമ്പോഴത്തേക്കിനും നാട്ടുകാരും അതായത് അയൽവക്കക്കാരെല്ലാം അച്ഛന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കാർക്കിച്ച് തുപ്പി അടയ്ക്കുമായിരുന്നു. അതുപോലെ ഒരു ദുഷ്ട മനുഷ്യനായിരുന്നു പുള്ളിയൊക്കെ. ആരെയും അടിക്കാൻ കിട്ടിയില്ലെങ്കിൽ കടയിലിരിക്കുന്ന സോഡ കുപ്പി എടുത്ത് പൊട്ടിച്ചിട്ട് തന്റെ നെഞ്ചിനെ വലിച്ചു കീറുക, തന്റെ കയ്യെ വലിച്ചു കീറുക, ഇതായിരുന്നു പുള്ളിയുടെ ഒരു പരാക്രമം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസമായപ്പോ ഇതുപോലെ ഞങ്ങളുടെ കിഴക്കേക്കോട്ട, മിക്ക പേർക്കും അറിയാം, കിഴക്കേക്കോട്ടയില് പിന്നെ സൺബീം എന്ന് പറയുന്ന ഒരു ബാറുണ്ട്. അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്ന മനുഷ്യനാ. ആ നടു റോഡിൽ നിന്നിട്ട് 4 വശത്തുനിന്ന് വരുന്ന വാഹനങ്ങളെ പുള്ളി തടസ്സം ചെയ്ത് നിർത്തിയിട്ട് പുള്ളി ഇങ്ങനെ നീക്കി. ഒരു മനുഷ്യൻ പറയാം, നീ എന്നെ അടിച്ചു തോപ്പിക്കുമെങ്കിൽ, ആരെങ്കിലും ചെന്നെന്തെങ്കിലും പറയും, നീ എന്നെ അടിച്ചു തോപ്പിച്ചാൽ ഞാൻ മാറിത്തരാം, അല്ലെങ്കിൽ പിന്നെ പോലീസ് വരട്ടെന്ന് പറയും. പിന്നെ അവസാനം പോലീസ് വന്ന് പുള്ളിയെ പൊക്കി എടുത്തോണ്ട് പോയി സ്റ്റേഷനിൽ കൊണ്ട് കുനിച്ചു നിർത്തി ഇടിക്കും. ഈ ഇടിയെല്ലാം കൊള്ളുമ്പോ അച്ഛന്റെ ശരീരത്തിൽ ഇങ്ങനെ ബാക്കിലും ഓരോ മുഴകൾ ഇങ്ങനെ വലിപ്പത്തി കാണും. ഇതും കൊണ്ട് ഈ അമ്മയുടെ അടുക്ക വന്നിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്, ഈ ഉത്തരത്തിൽ കയറ് വിളിച്ച് കെട്ടിയിട്ട് നീ എന്റെ നടുവിലെ ഈ മുഴയെല്ലാം ചവിട്ടി തിരുമാൻ പറയും. ഇത്രയും അടി കൊണ്ട് അമ്മ, ഇത്രയും അവശയായ അമ്മ അതൊന്നും കണക്കിടാതെ അച്ഛന്റെ മുഴയെല്ലാം നീക്കി ചവിട്ടി തിരുമി നോർമൽ ശരീരമാക്കി മാറ്റും. പിറ്റേ ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ, കള്ളു കുടിച്ചോണ്ട് വന്ന്. അങ്ങനെ ഞാൻ ഒരു ദിവസം എന്റെ അച്ഛന്റെ ശബ്ദം കേൾക്കുമ്പോഴേ ഞാൻ ഓടി ബാത്റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കുമ്പോ അമ്മ പറയും, മോനെ നീ ഒന്ന് ഇറങ്ങി, ഇത്രയും നേരം നീ ഇരുന്നില്ല, അമ്മ ഒന്നിരിക്കട്ടെ. ഞാൻ പറയും, ഇല്ലമ്മേ ഞാൻ ഇരിക്കത്തില്ല, അമ്മ തന്നെ നിന്നാ മതി. കാരണം ഓടി വന്ന് അച്ഛൻ വരുന്നതും അമ്മയെ തൂക്കിയെടുക്കും, എടുത്തിട്ട് അടിക്കും. എന്റെ അമ്മയെ അടിക്കും. എന്റെ അമ്മ വലിയ വണ്ണമൊന്നുമില്ല. എന്റെ അമ്മ ഇങ്ങനെ പൊക്കി എടുത്തിട്ട് നിലത്തടിക്കുമായിരുന്നു. എന്നിട്ട് നിലത്തടിച്ച് ഒരുപാട് അടിക്കുമ്പോ ഞാൻ എന്റെ അച്ഛനോട് പറയാം, അമ്മയെ ഉപദ്രവിക്കല്ലേ അമ്മച്ചി, പാവം എന്ന് പറയുമ്പോ എന്നെ വലിച്ചെടുത്തെറിയും. എന്നെ ഒരുപാട് അടിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ ഒത്തിരി അമ്മ സഹിയിട്ടു. അമ്മ ഒരു ദിവസം എന്റെ അമ്മയുടെ അടുക്കൽ വിളിച്ചിട്ട് അമ്മ എനിക്ക് ഒരുപാട് ഉമ്മയൊക്കെ തന്നിട്ട് പറഞ്ഞു, മോനെ ഇന്ന് നീ, കാരണം അച്ഛന് ജോലിക്ക് പോകുമ്പോ ചോറ് കൊണ്ടുപോകണം, എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ് കൊണ്ടുപോകണം. എത്ര അടി കിട്ടിയാലും രാവിലെ 3 മണിയാകുമ്പോ എഴുന്നേറ്റ് അച്ഛന് എനിക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ ഒരുക്കി തരും. അച്ഛൻ രാവിലെ 7 മണിയാകുമ്പോ പോകും. തിരിച്ച് എന്നെ അമ്മ അടുക്ക വിളിച്ചിട്ട് പറയും, മോനെ ഇന്ന് മോൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോ അമ്മയെ കാണത്തില്ല, പൊന്നുമോനെ അച്ഛനെ പൊന്നുപോലെ നോക്കണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോ എന്റെ അവസ്ഥ, എനിക്ക് സ്കൂളിൽ ചെന്നാൽ പഠിക്കാൻ കഴിയത്തില്ല. കാരണം വീട്ടിലെ ഓരോ അവസ്ഥ. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാർ പറയുന്നത് ഇങ്ങനെ, ഇന്നലെ നിന്റെ അച്ഛൻ അവിടെ കള്ളു കുടിച്ചോണ്ട് റോഡിൽ കിടന്ന് ബഹളായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറയില്ല, എന്റെ അച്ഛൻ കുടിക്കത്തില്ല, എന്റെ അച്ഛൻ പാവം, ഇല്ല. അപ്പോൾ പറയില്ല, ഞങ്ങൾ കണ്ടതാന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെ പരിഹാസം. അമ്മയുടെ ഈ വാക്കെല്ലാം കേട്ട് ഞാൻ സ്കൂള് കഴിയാൻ വേണ്ടി കാത്തിരിക്കും. ഞാൻ സ്കൂള് വിട്ട് കഴിഞ്ഞ് ഓടും. ഞാൻ സ്കൂളിൽ നിന്ന് ഓടി വീട്ടിൽ വരുമ്പോ എന്റെ അമ്മ ഞങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും, എന്നെ നോക്കിയിരിക്കും. ഞാൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമ്പോഴാ എന്റെ വല്യമ്മ പറയുന്ന, മോനെ ഇന്ന് നീ സ്കൂളിൽ പോയപ്പോഴത്തേക്കിനും നിന്റെ അമ്മ ഇങ്ങനെ ഉത്തരത്തില് പിന്നെ ഇങ്ങനെ സാരി ചുറ്റി ഇങ്ങനെ കഴുത്തിട്ട് ഇറുകി ഞാൻ കണ്ടോണ്ട് വന്നതുകൊണ്ട് ഇങ്ങനെ കാലുകൊണ്ട് പൊക്കി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അന്ന് എന്റെ അമ്മ നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ ഇന്ന് എന്റെ അവസ്ഥ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ അന്നേ ഞങ്ങളെ യേശുപ്പൻ കണ്ടിരുന്നത് കൊണ്ട്, ദൈവം ഞങ്ങളെ സൂക്ഷിച്ചത് കൊണ്ട് എന്റെ അമ്മയ്ക്ക് ഒരു ആയുസിന് ഒരു കോട്ടവും വരുത്താതെ ദൈവം പുലർത്തി. അങ്ങനെ ഇതുപോലെ 2-3 വട്ടം ഇങ്ങനെയായി. അങ്ങനെ ഇരിക്കും. ഒരു ദിവസമായപ്പോ എന്റെ അച്ഛൻ എന്റെ അമ്മയെ അടിക്കുകയെന്ന് വെച്ചാൽ കണ്ണൊക്കെ അങ്ങ് നീരായിപ്പോയി. വളരെ പ്രയാസത്തിലായി. അങ്ങനെ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അമ്മയ്ക്ക് ഒട്ടും വയ്യ, ആശുപത്രിയിൽ പോകണം. അപ്പൊ അച്ഛൻ പറഞ്ഞു, അതിനെന്നാ പൈസ തരാന്ന് പറഞ്ഞ് അച്ഛൻ പൈസ തന്നു. ഞാനും അമ്മയും കൂടെ കണ്ണാശുപത്രി, ഇവിടെ ജനലാശുപത്രിക്കകത്തുള്ള കണ്ണാശുപത്രി പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങി ബസ്സിൽ കയറി. പക്ഷെ അമ്മ ആശുപത്രി പോകാതെ ഇടയ്ക്കൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് കിഴക്കേക്കോട്ടെ ഇറങ്ങി ഞങ്ങൾ കുറച്ചു ദൂരം നടന്നിട്ട് അമ്മ എന്നെ ഒരു ഹോട്ടലിലേക്ക് കയറ്റിയിട്ട് അമ്മ എന്നോട് പറഞ്ഞു, മോന് ഇഷ്ടമുള്ള ആഹാരം മേടിച്ച് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മേടിച്ചു. അമ്മ എനിക്ക് ഭക്ഷണം മേടിച്ചു തന്നു. എന്റെ അമ്മ ഒരു ഗ്ലാസ് ചായ മാത്രം മേടിച്ചിട്ട് അമ്മയുടെ കണ്ണുനീര് കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം
വെള്ളം ആ ചായയിലോട്ട് വീഴുക. ഞാൻ ചോദിച്ചു എന്റെ അമ്മയെ കരയുന്ന ഇല്ല ഒന്നുമില്ല കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിച്ച് തിരിച്ചിറങ്ങിയതിന് ശേഷം അമ്മ എന്ത് ചെയ്തു, അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന പേഴ്സിനെ എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് അമ്മയുടെ സാരിയുടെ തുമ്പെടുത്ത് എന്റെ ഈ കയ്യിൽ കെട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അമ്മ ഇങ്ങനെ? അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു ഇങ്ങനെ, മോൻ അമ്മയുടെ കൂടെ വരാൻ പേടിയുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല അമ്മ, ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഞാൻ എന്റെ അമ്മയുടെ കൂടെ വരാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു വാ മക്കളെ എന്ന് പറഞ്ഞ് എന്നെ കൈ പിടിച്ചോണ്ട് ഇങ്ങനെ പോവുക. അപ്പം ഞാൻ കുറച്ചുകൂടി ഞങ്ങൾ കടന്നു നിന്നപ്പോ ഞങ്ങളുടെ എതിരെ ഒരു അങ്കിൾ വന്നു. ആ അങ്കിളിനോട് ചോദിച്ചു ഈ വഞ്ചൂര് റെയിൽവേ സ്റ്റേഷൻ, വഞ്ചൂരിലോട്ട് പോകുന്ന റെയിൽവേ സ്റ്റേഷന്റെ പാത എവിടെയാണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു കുറച്ചുകൂടി പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു എന്റെ അമ്മ നാട്ടിൽ പോവാ. കാരണം എന്റെ അമ്മയ്ക്ക് നാട്ടില് പണ്ട് നിലത്തെഴുത്ത് പഠിപ്പിക്കുന്ന ഒരു അമ്മയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ അമ്മ നാട്ടിൽ പോയി എന്നെ പഠിപ്പിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ നമ്മൾ നാട്ടിൽ പോവാണോ? അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു ഇല്ല മോനെ, നമ്മൾ നാട്ടിലല്ല പോകുന്നേ. നമ്മൾ ഈ ചെല്ലുമ്പോഴത്തേക്കിന് ഈ റെയിൽവേ പാളത്തിലൂടെ ഏത് ട്രെയിനാണോ ആദ്യം വരുന്നത് അതിന്റെ മുന്നിൽ നമ്മൾ ഇന്ന് മരിക്കാൻ പോവാ, ചാടി മരിക്കാൻ പോവാ. മോന് പേടിയുണ്ടോ മരിക്കാൻ? അപ്പൊ എന്റെ അവസ്ഥ എന്റെ മനസ്സിൽ ഇതോടുകൂടി എല്ലാം തീർന്നു. ഇനി ഇല്ല, ഇനി ഒരു ജീവിതം ഇല്ല. ഞാൻ പറഞ്ഞില്ല അമ്മ. അപ്പൊ എന്റെ അമ്മ തന്നെ എന്നോട് പറയാം മോനെ, നമ്മൾ മരിച്ചു കഴിയുമ്പോ നാളെ പത്രത്തിൽ 2 അനാഥ ജനങ്ങൾ ഇതുപോലെ റെയിൽവേ ട്രാക്കിൽ കാണുന്നു പറയുമ്പോഴെങ്കിൽ അച്ഛന് സമാധാനം ആവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു ശരി അമ്മേ, നമുക്ക് മരിക്കാം, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, നമുക്ക് മരിക്കാന്ന് പറഞ്ഞ് ഞാനും എന്റെ അമ്മ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ വചനോത്സവമൊക്കെ വിൽക്കുന്ന ഒരു അപ്പച്ചൻ ഞങ്ങളെ എതിരെ വരുമായിരുന്നു. ആ അപ്പച്ചൻ അന്ന് 3 രൂപയുള്ളൂ വചനോത്സവത്തിന്. ആ അപ്പച്ചൻ അമ്മയുടെ കയ്യിലോട്ട് ഞങ്ങളുടെ നേരെ ഈ വചനോത്സവം നീട്ടിയിട്ട് പറഞ്ഞു മോളെ ഇത് മേടിക്കണം. അപ്പം എന്റെ അമ്മ പറഞ്ഞു വേണ്ട അപ്പച്ച, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾ ഇതൊന്നും ഒരു അന്യ പുസ്തകങ്ങളൊന്നും വായിക്കത്തില്ല, ഞങ്ങള് ഇതൊന്നും വായിക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട അപ്പച്ച എന്ന് പറഞ്ഞു. ഉടനെ അപ്പച്ചൻ പറഞ്ഞു ശരി മോളെ എന്ന് പറഞ്ഞ് ഈ അപ്പച്ചൻ കടന്നുപോയ അപ്പച്ചൻ കുറച്ചു ദൂരം നിന്നിരിക്കും. അപ്പച്ചൻ ഓടി വന്നിട്ട് എന്റെ അമ്മയോട് പറഞ്ഞു മോനെ നീ പൈസ ഒന്നും തരണ്ട, ഈ പുസ്തകം നിന്റെ കയ്യിലൊന്ന് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ അപ്പച്ചൻ നിർബന്ധിച്ച് അമ്മയുടെ കയ്യിൽ ഈ പുസ്തകം കൊടുത്തു. ഇതും മേടിച്ച് കുറച്ചിരുന്നപ്പോ അമ്മയുടെ മനസ്സിൽ മരിക്കണ്ട എന്ന് കരുതി അമ്മ തിരിച്ച് എന്നോട് പറഞ്ഞു മോനെ നമുക്ക് മരിക്കണ്ട, നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് ബസ് കയറി മുൻപിൽ ഞങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് കണ്ടക്ടർ ചോദിക്കും ടിക്കറ്റ് എടുത്തോ? ആ ടിക്കറ്റ് ബാക്കിലെടുത്തു. പതുക്കെ മുമ്പിൽ നിന്ന് പിന്നെ ബാക്കിലോട്ട് വരുമ്പോ ആ ടിക്കറ്റ് എടുത്തു. അങ്ങനെ കള്ളവണ്ടി കയറി ഞങ്ങൾ വീട്ടിലേക്ക് വന്ന്. അന്ന് ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഞാനൊരു ചെറ്റക്കുടില താമസിക്കുന്നത്. ചെറ്റക്കുടിൽ എന്ന് വെച്ചാൽ രാത്രിയായ ഞങ്ങൾക്ക് ചന്ദ്രന്റെ നക്ഷത്രങ്ങൾ എണ്ണാം, രാവിലെ ആയ സൂര്യന്റെ വെളിച്ചം അടിക്കും. അതുപോലെ ഞാനൊരു ചെറ്റക്കുടിലായിരുന്നു ജീവിച്ചു വളർന്നത്. അങ്ങനെ ഞങ്ങള് തിരിച്ച് വണ്ടി കയറി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങള് പകുതി വഴി എത്തിയപ്പോ തന്നെ ഞങ്ങളുടെ കോഴിക്കോട് നിന്ന് കത്തുക. കാരണം അച്ഛൻ വിചാരിച്ചു ഞങ്ങൾ എവിടെയോ പോയെന്ന് കണ്ട് കോഴിക്കോട് കത്തിച്ച് തിരിച്ച് പെരക്കകത്ത് മൊത്തം മണ്ണെണ്ണ ഒഴിച്ച് പുള്ളി ഇങ്ങനെ പെര കത്തിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഞങ്ങൾ ഓടിച്ചെന്നപ്പോഴത്തേക്കിന് അച്ഛൻ ഞങ്ങളെ കണ്ടതും എന്റെ അമ്മ സാരിയോട് കൂടി തൂക്കിയെടുത്ത് അടിച്ചു. നിങ്ങൾ എവിടെ പോയതാന്നും പറഞ്ഞ് ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അമ്മ അടിക്കരുത്, അമ്മച്ചി പാവ, അമ്മ ഞങ്ങളിങ്ങനെ ആശുപത്രി പോയതല്ല, നിങ്ങൾ ആശുപത്രി പോയതല്ല എന്ന് പറഞ്ഞ് എന്റെ അമ്മ ഒത്തിരി അടിച്ചു വന്നു. അന്ന് എന്റെ അച്ഛന്റെ ജ്യേഷ്ഠനൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക, ആരും ഒന്ന് പിടിച്ചു മാറ്റാനോ ഒന്നിനും വന്നില്ല. ഈ അടി മുഴുവൻ എന്റെ അമ്മ കൊണ്ടു. മഴ പെയ്ത ദൈവമക്കളെ ചോരുമെന്ന് കണ്ടിച്ചു ഉള്ള വെള്ളമെല്ലാം ഞങ്ങൾ കിടക്കുന്ന കട്ടിലിൽ വീഴും, അല്ലെങ്കിൽ താഴെ എല്ലാം വീഴും. ഞാൻ കിടക്കുന്നത് നിലത്ത്, അവിടെയൊക്കെ വെള്ളം വീഴുമെന്ന് കണ്ട് എന്റെ അമ്മ ഈ ഇടിയൊക്കെ കൊണ്ട് എന്റെ അമ്മ എന്റെ അച്ഛനെ ഒരിടത്തോട്ട് മാറ്റി കിടത്തിയിട്ട് ഈ വീഴുന്ന വെള്ളം എല്ലാം ശേഖരിച്ച് കളഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഉറക്കം വിളിക്കുന്ന ഒരമ്മ. അങ്ങനെ വളരെ പ്രയാസത്തിലൂടെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് വീടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഒരു സമയത്ത്
ഇതുപോലെ ഇങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഒരു ഞായറാഴ്ച ഇങ്ങനെ അച്ഛനാണെങ്കിൽ വീട്ടിൽ റോഡിൽ നിന്ന് കള്ളും കുടിച്ച് ആ നാട്ടുകാരെല്ലാം തെറി വിളിച്ച് വരുന്ന സമയത്ത് രണ്ട് അങ്കിളുമാർ അവിടെ നിന്ന് വർത്താനം പറയായിരുന്നു. വർത്താനം പറയുന്നതിന്റെ ഇടയിൽ അച്ഛൻ വിചാരിച്ചു അവരിങ്ങനെ ഉറക്കം ചിരിച്ചു. അപ്പൊ അച്ഛൻ വിചാരിച്ചു അച്ഛനെ എന്താണ് പറഞ്ഞ് കളിയാക്കി ചിരിക്കുവാന്നും കണ്ട് പുള്ളി എന്ത് ചെയ്തു, ഇതില് ആളെ വഴക്കുണ്ടാക്കാൻ തുടങ്ങുമ്പോ അതിലൊരാൾ അച്ഛനെ അടിച്ചു. അച്ഛൻ ഈ അടി കൊണ്ടിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു സമാധാനം തരത്തില്ല. കാരണം അയാളെ തിരിച്ചടിക്കണം. അങ്ങനെ പുള്ളി കിടന്നുറങ്ങിയ സമയത്ത് ഈ അടിച്ച വ്യക്തിയോട് കൂടെ നിന്ന മനുഷ്യൻ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നതായിരുന്നു. ഞങ്ങള് വീട്ടിൽ കിടന്ന അച്ഛൻ എന്ത് ചെയ്തു, പെട്ടെന്ന് എന്നെ ചാടി എഴുന്നേറ്റിട്ട് ആ മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് അന്ന് ഞങ്ങൾക്ക് റോഡൊന്നും ഇല്ല, ഒരു ചെറിയൊരു തടം പോലെയാ. ആ തടത്തിനകത്ത് പുള്ളി ഈ വിരൽ കൊണ്ട് ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കുമ്പോ തന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകുക. അച്ഛൻ ഇങ്ങനെ വട്ടം വരച്ചിട്ട് പറഞ്ഞു, നീ ഈ വട്ടത്തിന് വെളിയിൽ ഇറങ്ങിയ ഞാൻ നിന്നെ ഉറപ്പായിട്ട് ഇടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞു, അപ്പൊ എന്റെ അച്ഛന്റെ പേര് ഉണ്ണിയാ. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഡാ ഉണ്ണി, നിന്റെ ശരീരത്തിൽ ഓടുന്നത് രക്തവും ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത് വെറും കഞ്ഞോളാണെന്ന് ഓർക്കരുതെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു, കാലെടുത്ത് വെളിയിൽ വെച്ചതും അച്ഛൻ പുള്ളിയുടെ നെഞ്ചു നോക്കി ഇടിച്ചു. അത് വലിയ വിവാദമായി. ഇവിടുത്തെ നാട്ടുകാരും പഞ്ചായത്ത് മെമ്പർ വരെ ഒരുമിച്ച് കൂടി പോലീസിന് കേസ് കൊടുത്തു അച്ഛനെതിരെ. അങ്ങനെ നാട്ടുകാരെല്ലാം പിടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിനും എന്റെ അച്ഛൻ ഓടി രക്ഷപ്പെട്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെന്ന് നിൽക്കുക. അപ്പോഴത്തേക്കിനും നാട്ടുകാരെല്ലാം പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ചാല് ഈ അങ്കിളിന്റെ ഭാര്യയെ കയറി പിടിച്ചുവെന്നും അവരുടെ വീട്ടിൽ ഇരുന്ന 16,000 രൂപ മോഷ്ടിച്ചുകൊണ്ടാണ് എന്റെ അച്ഛൻ മുങ്ങിയതെന്നും പറഞ്ഞ് ഭയങ്കര വിവാദമായ ഒരു പ്രശ്നമായി. അന്ന് ഇ കെ നായനാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഓർഡർ ഇട്ടു, 24 മണിക്കൂറിനുള്ളിൽ ഈ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിയെ പിടിക്കണം. അന്ന് ഞങ്ങളുടെ വീട് കൊച്ചു ചെറ്റക്കുള്ള. അപ്പോഴ് അന്നത്തെ കോവളത്തെ SI ആയിരുന്ന വിമൽകുമാർ സാറ് സംഘവും ഞങ്ങളുടെ വീടിന് ചുറ്റും വളഞ്ഞിട്ട് അദ്ദേഹം ഇപ്രകാരം ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ഇവിടെ, കാരണം അച്ഛൻ വരുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി 10 പോലീസുകാരെ കാവൽ നിർത്തുക. ഞങ്ങളുടെ വീടിന് ചുറ്റും ഒരു ചെറ്റക്കുള്ളിനകത്ത് ഞങ്ങൾക്ക് ചുറ്റും പോലീസ് കാവല. അപ്പം ആ വിമൽകുമാർ സാറ് പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം പെങ്ങളും മകളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്ന് വേണം നിങ്ങൾക്ക് ഒരു ഓർമ്മ വേണം. അല്ലാതെ ആരെങ്കിലും ഈ കുഞ്ഞിനെയോ അമ്മയോ ഉപദ്രവിക്കാൻ ശ്രമിച്ച അങ്ങനെ ദിവസങ്ങളായി ഒരാഴ്ച വരെ 10 പോലീസായി, പിന്നെ 9 പിന്നെ 8 പിന്നെ 5 പിന്നെ 3 പിന്നെ ഒന്നും ഇല്ലാതെയായി. പക്ഷെ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആന്റി ഞാൻ പറയട്ടെ, ഈ കള്ളക്കേസിൽ നിന്നൊക്കെയും ദൈവം എന്റെ അച്ഛനെ ഒരു നിരപരാധിയായി തന്നെ ദൈവം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചു. ഞങ്ങൾക്ക് നാട്ടുകാരും ഈ പഞ്ചായത്ത് മെമ്പർ എല്ലാം എതിരായി നിന്ന സമയത്ത് ദൈവം പോലീസിലൂടെ തന്നെ, കാരണം FIR എഴുതി കഴിഞ്ഞു, ഇനി അദ്ദേഹത്തിന്റെ ജീവിതം ജയിലിലാകേണ്ട സ്ഥാനത്ത് ദൈവം അദ്ദേഹത്തെ ഒരു പോറിൽ പോലും ഒരു അടി പോലും കൊള്ളാതെ വണ്ണം ദൈവം കൂടെ ഇരുന്ന് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം പുള്ളി ഇതിനേക്കാൾ ഭീകര അന്തരീക്ഷം അല്ലാതെ ഒരു മാനസാന്തരം പുള്ളിക്ക് വന്നില്ല. ഇങ്ങനെയൊക്കെ ആകാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ കൂടെ പഠിക്കുന്ന എന്റെ ഒരു കൂട്ടുകാരുടെ അമ്മയുമായിട്ട് എന്റെ അച്ഛനൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ എന്നെയും എന്റെ അമ്മയും അച്ഛനെ കണ്ണെടുത്താ കണ്ടൂടാ. അച്ഛൻ എപ്പോഴും അവരുടെ കൂടെയായിരുന്നു. അപ്പൊ അച്ഛന് ഒരു ആഗ്രഹമുണ്ട്, ഇനി കള്ളു കുടിക്കാൻ പാടില്ല, എന്റെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊക്കെ അച്ഛനൊരു ആഗ്രഹമുണ്ട്. അച്ഛൻ എല്ലാ അമ്പലങ്ങളും രാവിലെ ആയാൽ ഇവിടെ തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൽ പോവുകയും അവിടെ ചെന്ന് സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത് അവിടെ ചെല്ലുമ്പോഴും ഇങ്ങനെ അവിടുത്തെ തിരുമേനിയൊക്കെ പറയും, നിങ്ങളുടെ ഉള്ളിൽ കൈവശമുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ തിരുമേനി പറയും, നിങ്ങളുടെ ഉള്ളിൽ കൈവശമുണ്ട്. അപ്പൊ അച്ഛൻ ചോദിക്കും, അതിന് എത്ര രൂപയാവും? അതിന് 2000 രൂപയാവും, ചിലത് 3000 രൂപയാവും. അപ്പൊ അവിടുന്ന് അവര് അതായത് നേദിക്കുന്ന, അതായത് അവിടുന്ന് അവര് പൂജിച്ച് നൽകുന്ന പഴം, ചെങ്കതളിപ്പഴം, പിന്നെ കരിക്ക്, മഹൽ പഞ്ചവി, നെയ്യ്, ഇതൊക്കെ കഴിച്ചിട്ടും പുള്ളിയുടെ ഉള്ളിലുള്ള കൈവശം ഒന്നും മാറിയില്ല. അങ്ങനെ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് പ്രയാസത്തിലിരിക്കുന്ന സമയത്തിലാണ്
ഇതുപോലെ പള്ളി പോകുന്ന ഒരു തങ്കമണി എന്ന് പറയുന്ന ആന്റി ഇതുപോലെ എന്റെ അമ്മയെ കണ്ടുമുട്ടി. ഞങ്ങളുടെ വീടിന്റെ പണിക്കായിട്ട് അമ്മ ഇറങ്ങി തിരിച്ചപ്പം അപ്പൊ ആ ആന്റി ഇങ്ങനെ പറഞ്ഞു, ലതേ, നീ ഒരുപാട് കഷ്ടതയും പ്രയാസവും അനുഭവിക്കല്ലേ, നിനക്ക് ജീവിക്കണ്ടേ, നിനക്ക് ഉണ്ണിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ, നിന്നെ രക്ഷിക്കാൻ ഒരു യേശു ഉണ്ട്, യേശു നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചി, എനിക്ക് യേശുവിനെ വേണ്ട, വേറെ ഞങ്ങളുടെ ദൈവത്തെ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല, മരിക്കുവാണെങ്കിൽ ഇത്. കാരണം ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയാകുമ്പോ രാവിലെ 3 മണിയാകുമ്പോഴേ എന്റെ അമ്മ ഒരുങ്ങി കുളിച്ച് പൊങ്കാല ഇടാനൊക്കെ പോവുകയും അതുപോലെ എല്ലാ ദിവസവും 1-ാം തീയതി അവിടെ പോയി ചോറ് കഴിക്കുകയൊക്കെ ചെയ്യുന്നു. അവിടുന്ന് ചോറ് കഴിച്ചിട്ട് വരുമ്പോ ഇവിടെ ചോറ് കഴിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അടി കൂടിക്കൊണ്ടുവന്ന് അച്ഛൻ ഇരിക്കുന്ന ചോറും കലവും കറിക്കാലവും ആ കറിച്ചട്ടികളൊക്കെ എടുത്ത് അപ്പുറത്തെ പറമ്പിൽ എറിയുന്നത്. അഥവാ എന്റെ അമ്മ ചിലപ്പോ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഒന്നി എന്റെ അച്ഛൻ മൂത്രം ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ തുപ്പി കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരു മഹാദുഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു എന്റെ അച്ഛൻ. അങ്ങനെ ഇതുപോലെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി എനിക്ക് വേറൊരു ദൈവവും വേണ്ട, യേശുവും വേണ്ട, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളോട് ശരിയില്ലതെ, ഓക്കെ ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഇതുപോലെ വീടിന്റെ ആവശ്യത്തിനായിട്ട് ഇങ്ങനെ പിന്നെയും ആ ആന്റി ഞങ്ങളുടെ വീട്ടിൽ വരും എന്റെ അമ്മയെ കൊണ്ടുപോകാനായിട്ട്, ഇങ്ങനെ വീടിന്റെ ബാങ്കിലേക്ക് പോകാനായിട്ട്. ആ ആന്റി ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോ എന്റെ അമ്മ തുണിയെല്ലാം പായ്ക്ക് ചെയ്യുന്നുണ്ട്. ഇനി അമ്മയ്ക്ക് വയ്യ, അമ്മ അച്ഛനെ എന്നെ ഉപേക്ഷിച്ച് പോകാം എന്നുള്ള രീതിയിൽ തന്നെ. കാരണം ഞാൻ സ്കൂളിൽ പോയിരിക്കുക, അച്ഛൻ ജോലിക്ക് പോയി. അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങി പോകാം എന്നുള്ള രീതിയിൽ അമ്മ തുണിയെല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഈ ആന്റി വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, മോളെ നീ എവിടെ പോവാ? ഇനി വയ്യ ചേച്ചി, എത്ര നാളായി ഞാൻ ഇങ്ങനെ അടിയും ഇടിയൊക്കെ കൊണ്ട്, ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞു ഞാൻ ഇനി നാട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ് അമ്മ റെഡി ആയിരിക്കുമ്പോഴാണ് ഈ ആന്റി പറയാ, എന്തായാലും നീ പോകാൻ തീരുമാനിച്ചില്ലേ, നീ വാ, ഞാൻ പോകുന്ന പള്ളിയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോവാ, നീ ഒന്ന് വന്നു നോക്കൂ, ഒരു ദിവസം നീ വന്നു നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന മേബൽ രത്നരാജ് എന്ന് പറയുന്ന ആ ആന്റിയുടെ അടുക്കല് ഈ ആന്റി എന്റെ അമ്മയെ കൊണ്ടുപോയി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മയുടെ ജീവിതത്തിൽ നടന്നതും നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്ന് പ്രവചിച്ച് പറയാൻ തുടങ്ങി. എന്റെ അമ്മ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു അതുപോലെ അനുഭവിക്കുക. അപ്പൊ ഈ ആന്റി അമ്മയോട് ചോദിച്ചു, സിസ്റ്ററിന് ഇനിയെങ്കിലും കുടുംബമായിട്ട് ജീവിക്കണ്ടേ, സന്തോഷമായിട്ട്? അപ്പൊ അമ്മ പറഞ്ഞു, ആന്റി അതെന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പൊ ആന്റി പറഞ്ഞു, ഇല്ല, യേശു നിങ്ങളെ വിടുവിക്കും സിസ്റ്റർ, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അമ്മയോട് പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഞാൻ ഇവിടെ ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ചു തരാം, അത് കഴിഞ്ഞ് സിസ്റ്റർ വരുമ്പം കുപ്പി കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ആ ആന്റിയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കുപ്പി എടുത്ത് പിന്നെ വെള്ളം നിറച്ച് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എനിക്കും എന്റെ അച്ഛനും ഞങ്ങൾ രണ്ടുപേരും അറിയാതെ കഞ്ഞി വെള്ളത്തിൽ ആ വെള്ളം പ്രാർത്ഥിച്ചു തരികയും തേയില വെള്ളത്തിൽ ആ വെള്ളം പ്രാർത്ഥിച്ചു തരികയും അതുപോലെ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന എണ്ണ പാചകം ചെയ്ത് തരികയും ഞങ്ങളുടെ തലയിലൊക്കെ തേച്ച് തരികയും ഒക്കെ ഞങ്ങൾ അറിയാതെ അമ്മ ചെയ്യായിരുന്നു. അങ്ങനെ ആയി വന്നപ്പോഴത്തേക്കിനും ഒരു 8ാമത്തെ കുപ്പി വെള്ളം ആയപ്പം തന്നെ എന്റെ അച്ഛന്റെ മദ്യപാനത്തിൽ നിന്നും സിഗരറ്റ് വലിക്ക് ഒരു മാറ്റം വന്നു. എന്റെ അച്ഛൻ മദ്യപിച്ച് കഴിഞ്ഞാൽ 90 സിഗരറ്റ് വരെ ഒരു ദിവസം വലിക്കും, മദ്യപിച്ചില്ലെങ്കിൽ ഒരു 60 സിഗരറ്റിനകത്തേ വലിക്കത്തുള്ളൂ. അങ്ങനെ ആയപ്പോ പുള്ളിക്ക് ഒരു വ്യത്യാസം വന്നു. അങ്ങനെ 9ാമത്തെ കുപ്പി, അതായത് 8, 9 കഴിഞ്ഞ് 10ാമത്തെ കുപ്പി വെള്ളം പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിനും എന്റെ അമ്മയോട് ആന്റി പറയാണ്, സിസ്റ്ററെ ഇനി സിസ്റ്റർ ഇത് ഒളിച്ചു വെക്കരുത്, ഇത് ബ്രദറിനോട് പറയണം. കാരണം എന്ന് വെച്ചാൽ എന്റെ അമ്മ വെള്ളം പള്ളിയിൽ പോകുന്ന സമയമൊക്കെ ഉപവാസത്തോടു കൂടിയാ പോകുന്നത്. ഈ ഉപവാസം അപ്പം അന്ന് ഞങ്ങളുടെ വീട് ചെറ്റക്കുള്ളാകുമ്പോഴത്തേക്കിന് ഉപവാസം കഴിഞ്ഞ് വെള്ളം പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോ ഇങ്ങനെ അച്ഛൻ കതവ് തുറന്ന് കിടക്കുന്നത് അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലാവും. അച്ഛൻ ഇങ്ങനെ കതവും തുറന്ന് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവും ആൾ വീട്ടിനകത്തോണ്ട്. ഈ ഉപവാസത്തോട് വെള്ളം പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന ഈ വെള്ളത്തെ അമ്മ പതുക്കെ കരിയിലയുടെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് വീട്ടിൽ കയറുമ്പോഴത്തേക്ക് ആ സാരിയോട് കൂടി തൂക്കിയെടുത്ത് അടിക്കും. നീ എവിടെ പോയതാടി, അങ്ങനെ ഇങ്ങനാന്ന് പറഞ്ഞ്. ഉടനെ അമ്മ പറയും, അവിടെ പോയതാ ഇവിടെ പോയതാ, കാരണം പള്ളിയിൽ പോയെന്ന് പറഞ്ഞാൽ തീർന്ന്. അങ്ങനെ 10ാമത്തെ കുപ്പി വെള്ളം ആയപ്പോഴത്തേക്ക് അച്ഛനൊരു മാറ്റം വന്നതിന് ശേഷം അച്ഛനോട് അമ്മ പറഞ്ഞു, ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ അടിക്കോ? അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു, അടിക്കേണ്ടതാണെങ്കിൽ ഞാൻ അടിച്ചിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും ശരി, ഞാനൊരു കാര്യം പറയാം,
ഇതുപോലെ നിങ്ങൾ ഇപ്പം കുടിച്ച ഈ തേയില വെള്ളവും എനിക്ക് ഇങ്ങനെ ഒരു ആന്റി പ്രാർത്ഥിച്ചു തന്ന് ഞാൻ ഒഴിച്ചു തന്ന വെള്ളവാ, അതുകൊണ്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും ചേട്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അച്ഛന്റെ മനസ്സിൽ ഏതൊരു സ്ത്രീയെ കണ്ടാലും ഒരു ദുഷിച്ച ചിന്തയാ. അപ്പൊ അച്ഛന് മനസ്സിൽ ഈ ആന്റിയെ കുറിച്ച് ദുഷിപ്പോട് കൂടിയാണ് പിന്നെ ഞാൻ ആലോചിക്കട്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി അന്ന് ജോലിക്ക് പോവാ. അന്ന് വൈകിട്ട് നേരത്തെ വന്ന സമയത്ത് അമ്മയോട് ചോദിച്ചു, എടി നീ രാവിലെ പറഞ്ഞതുപോലെ നമുക്ക് ആന്റിയുടെ വീട്ടിലോട്ടൊന്ന് പോകാവോ? അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി, എനിക്കും എന്തെന്നില്ലാത്ത സന്തോഷമായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ ആ വീട്ടിൽ പോയപ്പോ അന്ന് ആന്റി ഇല്ലായിരുന്നു, അവര് ശുശ്രൂഷയ്ക്ക് പോയേക്കുമായിരുന്നു. പിറ്റേ ദിവസം ഒരു 2 മണിയായപ്പോഴത്തേക്കിനും അച്ഛന്റെ കാലിൽ ആരും അടിക്കുന്ന പോലെ തോന്നി. അച്ഛൻ എണീറ്റ് പെട്ടെന്ന് എന്നെ ചാടി എഴുന്നേറ്റ്. പിന്നെ അച്ഛന് ഉറക്കമില്ല. പുള്ളി ഇരുന്ന സിഗരറ്റ് എല്ലാം വലിച്ചു തീർത്തു. പിന്നെ ഈ എറിഞ്ഞ സിഗരറ്റിനെ പിന്നെയും കുറ്റിയെടുത്ത് വലിച്ച് എങ്ങനെയെങ്കിലും ഒരുവിധം നേരം വെളുപ്പിച്ചു. അങ്ങനെ ആയപ്പോഴത്തേക്കും അപ്പം എല്ലാ ദിവസവും അച്ഛനുള്ള ദിവസം ഞാനും അച്ഛനും ഒരുമിച്ച് കായലിൽ പോയി കുളിക്കുന്നതൊക്കെ. അങ്ങനെ അന്ന് അച്ഛൻ അതിരാവിലെ പോയി കുളിച്ചിട്ട് ഈ ആന്റിയുടെ വീട്ടിൽ ചേർന്നു. അപ്പം അമ്മയോട് വന്ന് പറഞ്ഞു, നീ ഇന്ന് കഞ്ഞിയും കറിയൊന്നും വെക്കണ്ട, നമുക്ക് രാവിലെ ആ ആന്റിയുടെ വീട്ടിലോട്ടൊന്ന് പോവാന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് സന്തോഷം, അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, കാരണം പാവ അത്രയും അനുഭവിച്ചു കഴിഞ്ഞു. അപ്പൊ അമ്മ പോവാൻ ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് ഒരു കണി കാണൽ ചടങ്ങുണ്ട്. അതുകൊണ്ട് അവര് കണി കാണണ്ടെന്ന് കരുതി അച്ഛൻ ഒരു ചെടിയുടെ മറവിൽ ഇങ്ങനെ ഒളിച്ചിരുന്നു. അങ്ങനെ ഒളിച്ചിരുന്ന സമയത്ത് ഈ ആന്റി കതവ് തുറന്ന് വീട്ടിൽ നിന്ന് വെളിയേറി. ആ സിസ്റ്ററും ഭർത്താവോ വരണം. അപ്പൊ അമ്മ പറഞ്ഞു, ആന്റി ഇതുപോലെ ഒളിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആന്റി പറഞ്ഞു, ബ്രദറെ ഇവിടെ ഈ പരിപാടി ഒന്നും കണി കാണലൊന്നും ഇല്ല, ബ്രദർ ധൈര്യമായിട്ട് ഇങ്ങനെ കേറി പോരാൻ പറഞ്ഞു. അങ്ങനെ കേറി പോന്നു. അവരൊരു പായിട്ടു അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ വല്ലാതെ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പം എന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ആന്റി ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ നിങ്ങളുടെ ഉള്ളിൽ കൈവശമുണ്ട്, അത് മാറ്റണോന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചു, എത്ര രൂപയാവും ആന്റി? ഞാൻ ഈ കൈവശം എന്ന് പറഞ്ഞ എല്ലാ അമ്പലങ്ങളിലും പോവാറുണ്ട്, എത്ര രൂപയാവും? അപ്പൊ ആന്റി പറഞ്ഞു, ബ്രദറെ ഇവിടെ രൂപയൊന്നും അല്ല വേണ്ട, നിങ്ങളുടെ വിശ്വാസം മാത്രം മതി, യേശുവിലുള്ള വിശ്വാസം മാത്രം മതി. ബ്രദർ വിശ്വസിക്കുന്നുണ്ടോ യേശുവിനെ? ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആന്റി എന്ത് ചെയ്ത് അമ്മയോട് പറഞ്ഞു, സിസ്റ്ററെ അകത്ത് ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന് അച്ഛന് പ്രാർത്ഥിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുടിക്കാൻ പറഞ്ഞു. കുടിച്ചു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ബ്രദർ നിങ്ങൾ ഈ വെള്ളം കുടിച്ച് 3-ന്റെ അന്ന് നിങ്ങൾ ബ്ലഡ് ഛർദ്ദിക്കും. ഇത് നിങ്ങൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അലുവ കഷ്ണത്തിൽ ഒരു ബ്ലഡ് വന്ന് വീഴും. ബ്രദർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതെടുത്ത് നോക്കണം, കറക്റ്റ് ചാരമായിരിക്കും എന്ന് പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പൊ കുടിക്കൊക്കെ ഒരു മാറ്റം വന്നു. പുള്ളി അന്ന് കുടിക്കുന്നൊന്നുമില്ല. പിറ്റേ ദിവസം ഞാനും അച്ഛനും കൂടെ കായലിൽ ചെന്ന് കുളിക്കാൻ പോയപ്പം അച്ഛൻ ഇങ്ങനെ ഛർദ്ദിക്കണം എന്നൊരു ടെൻഡൻസി ഉണ്ടായി. അങ്ങനെ പുള്ളി കരയ്ക്ക് കയറി. അപ്പൊ പെട്ടെന്ന് ആന്റി പറഞ്ഞ കാര്യം ഓർത്തു. പെട്ടെന്ന് പുള്ളി കരയ്ക്ക് കയറി നിന്നിട്ട് ഛർദ്ദിച്ച് ഇങ്ങനെ ഛർദ്ദിച്ചോണ്ടിരിക്കുമ്പോ ആന്റി പറഞ്ഞതുപോലെ ഒരു അലുവ കഷ്ണത്തിൽ ഒരു ചെറിയ കഷ്ണം ബ്ലഡ് വന്ന് നോക്കി. അച്ഛൻ എടുത്ത് നോക്കിയപ്പോ അത് കറക്റ്റ് ഒരു ചാരമായിരുന്നു. അവര് പറഞ്ഞ പോലെ വേറൊന്നുമല്ല, എന്റെ അച്ഛൻ എന്റെ അമ്മയും എന്നെയും വിട്ട് എന്റെ കൂട്ടുകാരുടെ അമ്മ കൂടെ തന്നെ പറ്റിച്ചേർന്ന് ജീവിക്കാൻ വേണ്ടി അവർ ഈ മുസ്ലിമുകളുടെ അടുത്ത് പോയി ഈ ജിന്നിന്റെ ഇതിലൊക്കെ പോയപ്പോ അവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ മനുഷ്യൻ നിങ്ങൾക്കൊരു ഭ്രാന്തനായിട്ട് അടിമയെ പോലെ കഴിഞ്ഞോളൂ. അങ്ങനെ ഇവര് കൊടുത്തതാണ് അച്ഛന്റെ ഉള്ളിൽ കൈവശമായിട്ട് കിടന്നത്. ഇത് ഇങ്ങനെ പുറത്ത് വീണതും അച്ഛന്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങള് പള്ളിയിൽ പോകാനായിട്ട് തുടങ്ങി. ഞങ്ങൾ 3 പേരും പള്ളിയിൽ പോകാനായിട്ട് തുടങ്ങി. പള്ളി പോകുന്ന സമയത്ത് തന്നെ ശരിക്കും ആന്റി പള്ളിയിലെ ആരാധന കൺവെൻഷനൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പിശാചിനാൽ തുള്ളുമായിരുന്നു. തുള്ളുവെന്ന് തന്നെ ഭയങ്കരമായിട്ട് തുള്ളുകയും എന്റെ ശരീരം, കാരണം അവിടെ കിടക്കുന്ന പായും മേറ്റുകളെല്ലാം മാറ്റിയിട്ട് വെറും പുല്ലിൽപ്പെട്ട ഈ പാ വെച്ച് അവിടെ ഇട്ടിരിക്കും. അതിലൊക്കെ എന്റെ ശരീരം വലിഞ്ഞു കീറി പല പ്രാവശ്യമായി. അങ്ങനെ 3-ാം പ്രാവശ്യം ഇതുപോലെ പിശാച് എന്റെ മേൽ വന്ന് ഞാൻ ഒരുപാട് ഇങ്ങനെ തുള്ളി വള്ളാത്തതായപ്പോഴത്തേക്കിനും അപ്പം എന്റെ അച്ഛൻ ഞാൻ ഇങ്ങനെ പിശാച് 1-ഉം 2-ഉം വട്ടം ഞാൻ ഇങ്ങനെ പിശാച് പിടിച്ചടക്കുമ്പോ എന്റെ അച്ഛൻ ഈ സ്ത്രീയെ വിട്ടിട്ട് വേറൊരു സ്ത്രീയുമായിട്ട് കന്യാകുമാരിയിൽ ആഘോഷിക്കാൻ പോയേക്കുക. അപ്പം അത് കഴിഞ്ഞ് വന്നതിന് ശേഷം 3-ാമതായപ്പം
അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഈ ഒരു രാത്രി 12 മണിയായി. 12 മണിയായപ്പോഴും ഞാൻ ഇങ്ങനെ തുള്ളിക്കഴിഞ്ഞ് അന്ന് വന്ന ദൈവദാസന് വിടുവിക്കാൻ പറ്റാത്തത് കൊണ്ട് വേറൊരു ദൈവദാസനെ വിളിച്ചു വരുത്തുക. അങ്ങനെ രാജേഷ് ഏലപ്പാറ എന്ന് പറയുന്ന പാസ്റ്ററിനെ അന്ന് രാത്രി 12 മണിക്ക് വരികയും അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം ചോദിച്ചു, ഇപ്പോഴ് ഇങ്ങനെ കുട്ടിയുടെ അമ്മയും അപ്പനും ആരാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കിനും അവരിതുപോലെ അപ്പൊ എന്റെ അച്ഛനും എന്റെ അമ്മയും മുൻപോട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അന്നേരം അച്ഛൻ ഉണ്ട്. ഇത് 3ാമത്തെ പ്രാവശ്യം. 2ാമത്തെ പ്രാവശ്യം ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുമ്പോഴേ വേറൊരു സ്ത്രീ ഇട്ട് പോകുന്നേ. അങ്ങനെ 3ാം പ്രാവശ്യം ആയപ്പോഴത്തേക്കിനും അച്ഛനും അമ്മയും ഓടി വന്ന് ഞാൻ അവിടെ അച്ഛനും അമ്മയാന്ന് പറഞ്ഞു. ബ്രദറെ, ഞാൻ ഇത് മാറ്റാം, ഇത് മാറും, പക്ഷെ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു, ഇനി ഞങ്ങൾ എന്ത് വന്നാലും തന്നെ വിശ്വസിച്ചോളാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്ക. ആന്റി വിശ്വസിച്ചു. അന്ന് തന്നെ ഇവര് വിശ്വസിച്ചതിന് ശേഷം അന്ന് തന്നെ ദൈവം ഇതിൽ നിന്ന് എന്നെ പൂർണ്ണമായിട്ട് വിടുവിച്ചു. എന്നിട്ട് ഇപ്രകാരം ആ പാസ്റ്റർ ചോദിച്ചു, ബ്രദറെ, ഇനിയുള്ള ജീവിതം നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു. അച്ഛൻ അന്ന് തീരുമാനം എടുത്തു, ഞാനും എന്റെ കുടുംബവും ഇനി ഞങ്ങൾ യേശുവിന് വേണ്ടി തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റി അതെല്ലാം മാറി. കർത്താവ് ഞങ്ങൾക്ക് അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, ഞാൻ ഇനി സ്നാനപ്പെടാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനും ഞാനും പറഞ്ഞു, അമ്മ സ്നാനപ്പെട്ടോ? ഞാനും അച്ചാച്ചനും തൊട്ടു. അപ്പൊ അച്ഛന് പറഞ്ഞു, ഞാനും മോളും പിന്നാലെ വന്നോളാം, നീ സ്നാനം എടുത്തോളാം പറഞ്ഞു. അപ്പൊ അമ്മയുടെ മനസ്സിൽ വേറെ ഒന്നുമല്ല ആഗ്രഹം, യേശുപ്പച്ച ഞങ്ങൾക്ക് 3 പേർക്ക് സ്നാനം എടുക്കണം, നീ അതിനൊരു അവസരം ഒരുക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവാസത്തോട് കൂടെയായിരുന്നു. അങ്ങനെ എന്റെ പൊന്നാന്റി അമ്മ ഒരാഴ്ച അമ്മയ്ക്ക് സ്നാനപ്പെടാൻ ഒരാഴ്ച കിടക്കയപ്പോ അച്ഛൻ എന്നെ അരികിൽ വിളിച്ചിട്ട് പറയാണ്, മോനെ, ഞാനും അമ്മയെ സ്നാനം എടുക്കാൻ പോവാ, മോന്റെ ഇഷ്ടമാണെങ്കിൽ മോന് എന്തുവാണോ ഇഷ്ടം അത്, മോന് കമ്മല് മാല ഉണ്ടെങ്കിൽ നിനക്കിടാം, അതല്ലെങ്കിൽ നീ ഞങ്ങളൂടെ സ്നാനപ്പെടാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ അച്ഛന് സ്നാനപ്പെടാൻ പോവാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുത്തില്ല, എനിക്ക് കുറച്ചുകൂടി കമ്മല് മാലയൊക്കെ ഇടണം, എനിക്ക് ഐലൈനറൊക്കെ വരച്ച് നടക്കണം, കൂട്ടുകാരുടെ മുമ്പിലൊക്കെ സുന്ദരിയായിട്ട് നടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ സാരമില്ല എന്ന് പറഞ്ഞു. എന്റെ പൊന്നാന്റി അന്ന് ഞാൻ രാത്രി ചെന്ന് കിടന്ന് ഞാനൊരു സ്വപ്നം കാണുന്ന, ഞാനൊരു വലിയ കുഴിക്കകത്ത് വന്ന് വീണു. വലിയ കുഴിക്കകത്ത് വീണിട്ട് ഒരു കരം എന്ന് പറഞ്ഞ ഒരു കറുത്ത കരം എന്നോട് പറയും, നീ അവിടെ കിടന്ന്, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തത്തൊന്നും ഇല്ല, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താനും വരത്തില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ വ്യക്തി ഈ രൂപം കിടന്നങ്ങ് ചിരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അയ്യോ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തോ എന്ന് പറയുമ്പോ ഒരു വെളുത്ത കരം എന്റെ അടുക്കലേക്ക് ഇങ്ങനെ നീട്ടി വന്നിട്ട് പറയുക, കുഞ്ഞെ, നിനക്ക് ഈ ലോകത്തോടു കൂടെ ജീവിച്ച് നീ നരകത്തിൽ പോകുന്നോ, അതോ നീ വെളിച്ചത്തിലേക്ക് ജീവിച്ച് നിത്യജീവൻ പ്രാപിച്ച് യേശു കർത്താവിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷിക്കാദ്യം, ഞാൻ യേശുവിന് വേണ്ടി തന്നെ വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിന് വേണ്ടി വന്നോളാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഈ കരം എന്നെ അങ്ങ് വലിച്ച് എടുത്തു. ഞാൻ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട ചാച്ചാ, എന്തുവാന്ന് അറിയത്തില്ല. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി യേശു മോളെ സ്നാനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, നിന്നെ യേശു ഒത്തിരി സ്നേഹിക്കുന്നു, നീ ഞങ്ങളെ കൂടെ സ്നാനപ്പെടും. ഞാൻ അമ്മേ ആവശ്യമില്ലാത്ത വർത്താനം ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഈ ഒരു സ്വപ്നം കണ്ട അന്ന് പിറ്റേ ദിവസമായി ഞാൻ ഇങ്ങനെ എന്തുവാനും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നു, യേശുവേ, ഞാൻ അങ്ങയുടെ അടുക്കൽ ചേരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ സ്നാനപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് അതിന് ആധാരമായ ഒരു സ്വപ്നം കാണിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന ആന്റി, അന്ന് ഞാൻ കണ്ടു കിടക്കുന്നു, ഞാനൊരു പാറയിൽ നിന്ന് വരുന്ന ഒഴുക്കിന്റെ അരികിലേക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് ചുറ്റും നിറയെ വെള്ളപ്രാവുകൾ ഇങ്ങനെ പറന്ന്, ഓരോ പ്രാവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നു, എന്റെ അടുക്ക വന്ന് നിൽക്കുന്നു, വെള്ളം കാണുന്നു, അരുവി കാണുന്നു. അങ്ങനെ പാറയുടെ ഇതൊക്കെ കണ്ടപ്പം എനിക്ക് അന്ന് തന്നെ മനസ്സിലായി യേശുപ്പൻ ആഗ്രഹിക്കുന്നു ഞാൻ സ്നാനപ്പെടാൻ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എന്റെ കാതിൽ കിടന്ന കമ്മലും മാലയും മോതിരം എല്ലാം എന്റെ അച്ഛന്റെ അടുക്കിലേക്ക് ഞാൻ ഊരി കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ സ്നാനം എടുക്കാൻ ആഗ്രഹിക്കാം, ഇത് വിറ്റ് നമുക്ക് വേണ്ടുന്ന ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ യേശുപ്പൻ വലിയൊരു ഭാഗ്യം ചേർന്ന് വെച്ചാൽ ആന്റി, എനിക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു ദിവസം ഒരു സ്നാനക്കടവിൽ ഒരേ സമയം സ്നാനം എടുക്കാൻ ദൈവം തമ്പുരാൻ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം ഒരുക്കി തന്നു. അന്നേ ദിവസം തന്നെ, ആ സ്നാനപ്പെട്ട അന്നേ ദിവസം തന്നെ പരിശുദ്ധാത്മാവ് എന്നെ അന്യഭാഷയോടുകൂടി പരിശുദ്ധാത്മാവിനാൽ നിറച്ചു.
ഇത്രയും ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ചെറ്റക്കുടിലിൽ കഴിഞ്ഞു വരുന്ന സമയത്ത് അപ്പൊ ഞാൻ ഈ കുഞ്ഞുനാളിലെ ഈ ജോലി ചെയ്യാൻ ഭയങ്കര ഒരു മടിച്ചിയാ. കാരണം എല്ലാ ജോലിയും അമ്മ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വളരെ മടിച്ചിയാ ആന്റി. അങ്ങനെ ഒരു ദിവസമായപ്പോ അമ്മ എന്നോട് പറഞ്ഞു, അപ്പം ഞങ്ങൾക്ക് ചെറ്റക്കുടിലെ ഈ വെറും മണ്ണിട്ട് നിരത്തി അതിന്റെ പുറത്ത് ഓല എടുത്തിട്ട് അതിന്റെ പുറത്ത് ടാർപ്പാളിൻ വിരിച്ച് അതിന്റെ പുറത്ത് വിരിച്ച പുതപ്പ് വിരിച്ച ഞാൻ കിടക്കുന്നത്. എന്റെ അച്ഛനും അപ്പം എനിക്ക് അന്ന് മുതലേ ഒരു കുഞ്ഞു റൂം എനിക്ക് അവർ എവിടെയായാലും ചെറ്റക്കുള്ളിലാണെങ്കിൽ സെപ്പറേറ്റ് റൂം വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും ഹാളിൽ കിടക്കുന്നവരുടെ ഒരു കട്ടിലിൽ കിടക്കുന്നത്. അപ്പൊ അന്നായപ്പോ അമ്മ എന്നോട് പറഞ്ഞു, മോനെ എത്ര ദിവസമായി നീ ഓലയൊക്കെ ഒന്ന് വെയിലത്തിട്ടിട്ട് ടാർപ്പാളിനൊക്കെ ഒന്ന് വെയിലത്തിട്ടിട്ട് നീ ഒന്നിട. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ജോലി എല്ലാം ഒതുങ്ങിയതിന് ശേഷം അമ്മ ഇട്ടാ മതി, ഞാൻ പോയി കളിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അമ്മ എന്നോട് പറഞ്ഞു, വടി എടുത്തിട്ട് പറഞ്ഞു, നീ ഇത് ചെയ്യാതെ മുറ്റത്തെങ്ങാനും ഇറങ്ങിയാലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മ വഴക്കുറ, അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, തലയണ മാറ്റി, പുതപ്പ് മാറ്റി, ടാർപ്പാളിൻ മാറ്റി. ദൈവം എന്നെ സ്നേഹിക്കും കരുതുന്നതിനൊരു ഇത് ആന്റി. ഞാൻ ഓല മാറ്റിയപ്പോഴത്തേക്കിനും ഒരു മൂർഖം പാമ്പ് എനിക്ക് ഇങ്ങനെ നേരെ ചീറ്റി കിടക്കുക. ആ ദിവസം വരെ ഞാൻ തലേ രാത്രിയും ആ പകൽ ഉറക്കം എഴുന്നേൽക്കുന്നവരെ ഞാൻ മൂർഖം പാമ്പ് ഒരു പായില കിടന്നേ. യേശുവിന്റെ കൃപയും സ്നേഹവും കരുതലും അന്ന് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ആ മൂർഖന്റെ കൊത്ത് ഏക്കാതെ ദൈവം എന്നെ സൂക്ഷിച്ചു. അത് എന്റെ നേരെ ചീറ്റി ഇങ്ങനെ നിൽക്കുക. ദൈവത്തിന്റെ കരുതലാ ഞാൻ പറയുന്നേ. അങ്ങനെ ഞങ്ങൾ മാറിയപ്പോ അമ്മ പറഞ്ഞു, കണ്ടോ ദൈവം നിന്നെ കാണിച്ചതാ, അതുകൊണ്ട് നീ എപ്പോഴും നിന്റെ കിടക്ക എപ്പോഴും വൃത്തിയായിരിക്കണം. അങ്ങനെ പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്തായി ദൈവം അതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞു ഭവനം തന്നു. എല്ലാവരും കാണുക അതിശയിക്കുമാർ ഒരു കുഞ്ഞു ഭവനം. ആദ്യമൊന്നും ഞങ്ങൾക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റിയില്ല, ടൈൽസ് ഒന്നും ഇട്ടില്ല, ഒന്നും ചെയ്തില്ല. ജോലിക്കും പോയി തുടങ്ങിയോ? എന്താ ആന്റി? അച്ഛൻ പിന്നെ ജോലിക്കും വേലയ്ക്കും ഒക്കെ പോയി തുടങ്ങിയത്? ഇപ്പോഴും എന്റെ അച്ഛൻ 59 വയസ്സുണ്ട്. ഇപ്പോഴും അദ്ദേഹം തടിമില്ല ജോലി ചെയ്യുന്നത്. 59 വയസ്സുണ്ട് ഇന്ന് അദ്ദേഹം അനേകം സ്റ്റേജുകളിലും ഞങ്ങൾ ഒരുമിച്ച് പള്ളികളിലും പോകുവാനും 10-60 സ്റ്റേജുകളിൽ സാക്ഷ്യം പറയാനൊക്കെ ദൈവം അച്ഛന് അവസരം ഒരുക്കി തന്നു. ഞാൻ കുടുംബമായിട്ട് അനേകരോട് കടന്നു ചെന്ന് സാക്ഷ്യം പല സഭകളിലും സാക്ഷ്യം പറയുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്ക് ഭവനം ഇല്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം ഞങ്ങൾക്ക് മനോഹരമായൊരു ഭവനം തന്നു. ഇന്ന് എല്ലാ പണികളും പൂർത്തീകരിച്ചെടുക്കത്തക്ക നിലവാരത്തിൽ ദൈവം ഞങ്ങൾക്കൊരു ഭവനം തന്നു. അതുപോലെ തന്നെയാണ് എന്റെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം എന്റെ അച്ഛനെ പോലെ കുടിയും മദ്യപാനവും ഇതുപോലെ പരസ്ത്രീ ബന്ധമായിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛന്. അന്നത്തെ ദേശത്തിലെ ഒരു പ്രമാണിയായിരുന്നു അദ്ദേഹം. അന്ന് ദുബായില് സൗദി പോയി ജോലി ചെയ്ത് അന്ന് അദ്ദേഹത്തിന് തയ്യപ്പണിയായിരുന്നു. തയ്ച്ച് നല്ല മനോഹരമായ ഒരു വീട്, ഇന്ന് ആ വീട് വെക്കണമെങ്കിൽ 10-85 ലക്ഷം രൂപയോളം ആവും. അതുപോലെ മനോഹരമായ വീടും വെച്ച് അന്ന് ആ ദേശത്തില് ജംഗ്ഷനിൽ തന്നെ 50 സെന്റ് സ്ഥലം ഉണ്ടായിരുന്ന മനുഷ്യനാ. അല്ലാതെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ എന്റെ അമ്മയുടെ പേര് ശോഭന എന്നാണ്, അമ്മായിമ്മയുടെ പേര് ശോഭന എന്നാണ്. ആ അമ്മ ഇതുപോലെ തന്നെ അവിടുത്തെ അച്ഛൻ അടിക്കുകയും ഒത്തിരി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ആ 10-50 സെന്റ് സ്ഥലം വെറും അന്നത്തെ 5000 രൂപയ്ക്ക് 8000 രൂപയ്ക്കൊക്കെ വിറ്റ് നശിപ്പിച്ച് കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. വീട്ടിലുണ്ടായിരുന്ന ഗ്യാസ് പാത്രങ്ങളെല്ലാം കൂടെ ഗ്യാസ് കുറ്റി എല്ലാം കൂടെ പിന്നെ വിൽക്കാനൊന്നുമില്ല, എല്ലാം കൊണ്ടുപോയി വിറ്റ് നശിപ്പിച്ച് അദ്ദേഹം കുടിച്ച് അവസാനം അദ്ദേഹം കിണറ്റി വീണ മരിക്കുന്നത്. അദ്ദേഹം കിണറ്റി വീണ് മരിച്ചു. പിന്നെ അച്ഛൻ രക്ഷിക്കപ്പെട്ടില്ലയോ? രക്ഷിക്കപ്പെട്ടില്ല ആന്റി. അച്ഛൻ വന്നാണോ പിന്നെ ഈ കുടിയെല്ലാം തുടങ്ങി? കൂട്ടുകാരൊക്കെ കൊണ്ടുപോയി കുടിപ്പിക്കുക. ആകെ തകർന്നു, ആ മനുഷ്യൻ തകർന്നു. ഉണ്ടായിരുന്ന എല്ലാം വിറ്റ് നശിപ്പിച്ചു. പക്ഷെ അച്ചായും അമ്മയും സഹോദരി ഇവര് മാത്രമേ യേശുപ്പച്ചനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു കുടുംബത്തിലേക്കാണ് എന്നെ. അപ്പൊ എനിക്ക് വിവാഹപ്രായം എത്തി. ഇദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ അറിഞ്ഞു തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തെ വിവാഹം ചെയ്യുന്നത്. എനിക്ക് വേണ്ടി ഇദ്ദേഹം ഒരു രൂപ പോലും സ്ത്രീധനം മേടിച്ചിട്ടില്ല. 1 രൂപ പോലും സ്ത്രീധനം വേണ്ട. ഇവിടുത്തെ അമ്മയും
സഹോദരിയും അച്ചായനും ഒക്കെ പറഞ്ഞു 1 രൂപ പോലും സ്ത്രീധനം വേണ്ട, ഞങ്ങൾക്ക് ഈ പെൺകുട്ടിയെ മാത്രം തന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവഹിതപ്രകാരം ഞാൻ ഈ അവസ്ഥയല്ല, ഇദ്ദേഹത്തിന്റെ അവസ്ഥയെല്ലാം അറിഞ്ഞു തന്നെയാണ് ഈ വിവാഹം കഴിക്കുന്നത്. മാനസിക രോഗമുണ്ട്, ഇതെല്ലാം അറിഞ്ഞു തന്നെ. പക്ഷെ ദൈവം ഞങ്ങളെ ഒന്നിപ്പിച്ചത് കൊണ്ട് ഇന്ന് വരെയും ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഈ ഏപ്രിൽ 23-ാം തീയതി ആവുമ്പോ ആന്റി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷം ആവുക. ഈ ഏപ്രിൽ 23. അടുത്ത ഏപ്രിൽ 24-ാം തീയതി ആവുമ്പോ ഞങ്ങളുടെ ഇളയ കുഞ്ഞിന് 4 വയസ്സ് പൂർത്തിയാകുക. ഇത്രത്തോളം ദൈവം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. ഇന്ന് ഞാനൊരു അധ്യാപികയാണ്. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ മാനിച്ചു വഴി നടത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹപൂർണ്ണമായിട്ട്. പുള്ളിക്കാരന്റെ സാക്ഷ്യങ്ങൾ കുറച്ചുകൂടെ ഉണ്ടല്ലോ, പുള്ളിയുടെ സാക്ഷ്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ. അല്ല പുള്ളി അല്ലെങ്കിൽ പിന്നെ ഉണ്ണി തന്നെ പറഞ്ഞാലും മതി. ഇദ്ദേഹത്തിന്റെ സാക്ഷി എന്ന് പറഞ്ഞ ആന്റി, ഇദ്ദേഹത്തിന്റെ അച്ഛനാണെങ്കിൽ അപ്പായാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഈ അരയ്ക്കുന്ന അമ്മിക്കല്ലിന്റെ ഈ കല്ലുണ്ടല്ലോ അതൊക്കെ എടുത്ത് നേരെ എറിയുമായിരുന്നു. പിന്നെ പുള്ളിക്ക് വീട്ടിൽ കയറാൻ അവസ്ഥയായിരുന്നു, കാരണം അതുപോലെ ഒരു ഉപദ്രവമായിരുന്നു. പിന്നെ ബൈബിൾ കോളേജിൽ ചെന്നപ്പോ പോലും, അതായത് ഇവരുടെ ഒരു സഹോദരന്റെ ഒരു ഹാർവസ്റ്റ് എന്ന് പറയുന്ന ഒരു ബൈബിൾ കോളേജ്, അവിടെ ഹാർവസ്റ്റ് ഇന്റർനാഷണൽ, അവിടെ ചെന്നിട്ട് പോലും പുള്ളി പഠിക്കാമെന്നുള്ള നിലവാരത്തിലാണ് പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് പുള്ളിക്ക് പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. അവിടെ വെച്ചും രോഗങ്ങൾ മൂർച്ഛിക്കുകയും. ഭയന്നിട്ടാണോ ഈ ഷൈന് ഭയന്നിട്ടാണോ ഈ അസുഖം ഉണ്ടായത്? ഭയന്നിട്ടാ ആന്റി, ഭയന്നിട്ടാ. ഹലോ ആന്റി, ഷൈൻ ഭയന്നിട്ടാണോ ഈ അസുഖം ഉണ്ടായത്? ഭയമുണ്ട്. ഷൈനിന് പറയാമെങ്കിൽ സാക്ഷ്യം ഒന്ന് പറഞ്ഞാട്ട്, കുറച്ച് 10 മിനിറ്റ് ഒന്ന് ചെറുതായി പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാട്ട്. ദൈവം വിടുവിച്ച വിടുതലാന്നല്ലോ, പറയാൻ പറ്റും. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി, പക്ഷേ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറ്റിയില്ല. ചെറുതിലെ തൊട്ടുള്ള മാനസികമായിട്ടുള്ള അത് എങ്ങനെ ഉണ്ടായത് പറയുമ്പോ എന്തിനും ഏതിനും പൈസ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്റെ ചെറുപ്പ കാലഘട്ടം. ഗൾഫിലാണ്, പിന്നെ വസ്തുക്കളുണ്ട്, മമ്മിക്ക് 2 ഏക്കർ വസ്തു ഉണ്ടായിരുന്നു. പിന്നെ പൈസക്ക് എന്തിനും ഏതിനും ആളിനൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നത്തേതിൽ ഈ പൈശാചികമായിട്ടുള്ള കാര്യാദികളിലൊക്കെ ഇടപെട്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. ഡാഡിയും മദ്യപിച്ചങ്ങ് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയപ്പോ അത് എന്റെ പിന്നെ കസിന്റെ കോളേജിലാണ് ഞാൻ പോയത്. ഹാർവസ്റ്റ് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് HMBCയിലാണ് ഞാൻ പോയത്. ഹാർവസ്റ്റ് മിഷൻ ബൈബിൾ കോളേജ് സെമിനാരി, പൊങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത്, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അത് ബന്ധുക്കളുടെ കോളേജ് ആയതുകൊണ്ട് അവര് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഒന്നും തരത്തില്ല, ഞാൻ അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവിടെയും എനിക്ക് ഒരു ഫ്രീഡം കിട്ടാത്തൊരവസ്ഥ ആയി. പിന്നെ അവിടെ നിന്ന് വെളിയിലായി. പിന്നെ സുവാർത്ത ബൈബിൾ കോളേജിൽ നമ്മൾ ജോബി ഹാനൻ സാറിന്റെ അവിടെ പഠിച്ചു. അതും റിലേറ്റീവ്സ് ആണ്. അവിടെ ഞാൻ ഹാർവസ്റ്റിൽ പഠിച്ചതും BTHും IIM ആണ് പഠിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയും മാസ്റ്റർ ഓഫ് തിയോളജിയാണ് അവിടെ വെച്ച് പഠിച്ചത്. സർട്ടിഫിക്കറ്റ് അവർ തന്നില്ല, അവരുടെ കൂടെ നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ അതങ്ങ് തെറ്റിതിരിഞ്ഞു പോയി. സുവാർത്ത ബൈബിൾ കോളേജില് RST പഠിക്കാൻ പറ്റി, റെവലേഷൻ സിസ്റ്റമാറ്റിക് തിയോളജി അത് കുറച്ച് പഠിക്കാൻ പറ്റി. പക്ഷെ അതും മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നത്തേതില് പിന്നെ ഈ ടാബ്ലറ്റ് ഓവറായിട്ട് കഴിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോ ഞാന് പിന്നെ അത് ആ ഒരു ഫീൽഡ് അങ്ങ് മാറി. പിന്നെ സെക്യൂരിറ്റി ഫീൽഡിലോട്ട് ഇറങ്ങേണ്ടി വന്നു. കാരണം സാമ്പത്തികമായിട്ട് കയ്യിലൊന്നും ഇല്ലാത്ത അവസ്ഥയായപ്പോ, പിന്നെ പോകാൻ കഴിഞ്ഞപ്പോ ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്. പിന്നെ ഒട്ടും ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. പക്ഷെ എങ്കിലും ദൈവം എന്നെ നടത്തുന്നുണ്ട്, ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഞാൻ മെസ്സേജ് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ പല പാട്ടുകളും മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു അപ്പോസ്തലിക ശുശ്രൂഷ എന്ന നിലവാരത്തിൽ ദൈവം പണിയട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഈ ചെറുതായിട്ട് പറഞ്ഞല്ലോ, മെന്റലായിട്ടുള്ള ഇച്ചിരി പ്രോബ്ലംസ്, മാനസികമായത് എന്തെങ്കിലും ഭയന്നോ എന്തെങ്കിലും കുഞ്ഞിലെ തൊട്ടേ ഉള്ളതാണോ?
അല്ല, ഡാഡി ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം പുള്ളി ഓവറായിട്ട് മദ്യവെച്ച് വീട്ടിൽ ബഹളം വയ്ക്കുകയും അങ്ങനെ വളരെയധികം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് പുള്ളി ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. അത് പല ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ ഉള്ള പോരാട്ടങ്ങൾ, ഈ മദ്യത്തിലൂടെ ഒക്കെ കൊടുത്തുള്ള വിഷയങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള പോരാട്ടങ്ങളിലൂടെ പുള്ളി വയലന്റായി സംസാരിക്കുകയും ദേഷ്യപ്പെടുകയും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൊച്ചു പിള്ളേരാണ്. ഞാനും സഹോദരിയും മമ്മിയൊക്കെ ഡാഡിയുടെ കയ്യിൽ നിന്ന് ഒത്തിരി അടി വാങ്ങിക്കുകയും ഡാഡി ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്കത് നോക്കുമ്പോ പേടിയാണ്. ഇത് നിരന്തരമായ വർഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ട് നിന്നപ്പോ അങ്ങനെ ചെറിയൊരു ഭയം ഉള്ളിലുണ്ടായി. അങ്ങനെയാണ് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നത്. ഇപ്പം കർത്താവ് അതിൽ നിന്നൊക്കെ വിടുവിച്ചല്ലോ ബ്രദറിനെ. അത് വിടുവിച്ചു. ഇപ്പൊ ഞാൻ നേരത്തെ ഹോസ്പിറ്റലിൽ പോകുമ്പോ ബൈസ്റ്റാൻഡർ സാധാരണ എല്ലാവർക്കും കൂടെ കൊണ്ടുപോകണം. എനിക്കിപ്പോ ബൈസ്റ്റാൻഡർ എന്റെ വൈഫാണ്, പക്ഷെ എങ്കിൽ അവളെ എനിക്ക് കൊണ്ടുപോകണ്ട. അല്ലാതെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയി മരുന്ന് വാങ്ങിക്കുന്നതും ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. ദൈവകൃപയാണ്. ഓക്കെ, കർത്താവ് ഇത്രത്തോളം മാനസിക ആരോഗ്യം ദൈവം തന്നു. കുടുംബജീവിതത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരി വലിയൊരു ഇതാണ് എടുത്തത്, ഇനിഷ്യേറ്റീവ് എടുക്കുവാൻ ദൈവം ആ പ്രിയ സഹോദരിക്ക് നല്ലൊരു ഹൃദയം കൊടുത്തു. കർത്താവ് നിങ്ങളെ കൂട്ടിച്ചേർത്തതാണ്. അല്ലെങ്കിൽ ഈ വന്ന കാലഘട്ടത്തില് ആയതുകൊണ്ടാണ് അത് തങ്ങളുടെ ഇടയിൽ എന്ത് വിഷയങ്ങൾ വന്നാലും പരിഹരിച്ചു മുൻപോട്ട് പോകാൻ കഴിയുന്നത് തക്ക തുണ ആയതുകൊണ്ടാണ്. അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ സുവിശേഷ വേലയാണ് എനിക്കും എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സുവിശേഷ വേല ചെയ്യണമെന്ന് തന്നെയാണ്. ഞാൻ സെക്യൂരിറ്റി പണിക്കായിട്ട് ജോലിക്ക് പോകുന്നുവെങ്കിലും സുവിശേഷ വേല തന്നെയാണ് എന്റെ ലൈഫിലെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്റെ വൈഫും അവളും CTH പഠിച്ചതാണ്. അവൾക്കും സുവിശേഷ വേല തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഞങ്ങള് ഫാമിലി ആയിട്ട് സുവിശേഷ വേലയ്ക്ക് താല്പര്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ സാഹചര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞങ്ങൾ അല്പം ഒരു അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് സാരമില്ല, കർത്താവ് എന്തോ ചെയ്യും. കർത്താവ് അതെല്ലാം തുറന്നു തരും. ദൈവം ആഗ്രഹിക്കുന്ന ഇത്രയും വലിയ വിഷയങ്ങളിൽ നിന്ന് നിങ്ങളെ രണ്ടുപേരെയും കർത്താവ് കൊണ്ടുവന്നെങ്കിൽ കർത്താവ് ഇനി എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുള്ളത് ദൈവം എന്തോ ചെയ്യും. ദൈവം ആ അഡ്വൈസ് നമുക്ക് കാണിച്ചു തരും. അപ്പൊ അതിന് പ്രകാരം നമ്മൾ അങ്ങ് മുന്നോട്ട് യാത്ര ചെയ്താൽ. ഒരു നിമിഷം എന്റെ അമ്മയൊന്ന് പരിചയപ്പെടുത്തി. എന്റെ അമ്മയെ തീർച്ചയായിട്ടും ഇത്രയും അടി കൊണ്ട് അമ്മയല്ലയോ. കാണത്തില്ല, ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിക്കാട്ടോ. ആ പ്രൈസ് ലോർഡ്. അമ്മയുടെ പേരെന്തുവാ? ലത. എവിടെയെങ്കിലും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല, TV ചാനലുകളിലൂടെ പറഞ്ഞിട്ടില്ല. ഇല്ലേ? ഓക്കെ അമ്മയെ കാണുവാൻ സഹായിച്ചതിൽ വളരെ സന്തോഷം. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ജനിച്ചതൊരു കണിയാൻ കുടുംബത്തിലും ഒക്കെ ആണല്ലോ. പക്ഷെ ദൈവം കൊണ്ടുവന്ന സകലത്തിന്റെയും സൃഷ്ടിതാവ് ഉടയവനുമായ ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന വലിയൊരു പദവിയിലാക്കിയത് എത്ര വലിയതായ ഒരു ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവിന്റെ ആ തിരഞ്ഞെടുപ്പില് പിന്നെയും മുന്നോട്ട് പോകും. കർത്താവ് കുടുംബമായി സഹായിക്കട്ടെ. എന്തോ അല്ലേ ഇതാണ് എന്റെ അച്ഛനും അമ്മയും. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ. ഇനി ഒരു ദിവസം അച്ഛന്റെ അമ്മയുടെയും കൂടെ സാക്ഷ്യം വേറെ ഇതിനകത്തല്ലാതെ വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, എല്ലാവരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. പിന്നെയും കർത്താവിന്റെ വേലയില് മുന്നോട്ട് പോകുവാൻ, ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ജീവിതത്തില് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒത്തിരി കഴിഞ്ഞ് കടന്നു വന്നതാണല്ലോ. കർത്താവിനെ പിടിച്ച് മുന്നോട്ട് നടത്തും. ഓക്കെ, ധൈര്യത്തോടെ മുന്നോട്ട് പോകും. ലത ഒന്ന് പ്രാർത്ഥിച്ചാൽ.
സ്വോത്രം 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 സ്വോത്രപ്പെട്ട ഈ സമയത്ത് പ്രാർത്ഥിപ്പാൻ തന്ന ഭാഗ്യത്തിനായി സ്വോത്രം ചെയ്യുന്നു. പപ്പ യാത്രയിലും പോക്കിലും വരവിലും എല്ലാമായിരുന്നു കർത്താവെ സ്വോത്രം. തക്ക സമയത്ത് ഭവനത്തിൽ കടന്നു വരുവാനും പപ്പായെ ആന്റിയോടൊപ്പം കാണുവാനും തന്ന ഭാഗ്യത്തിനായി സ്വോത്രം ചെയ്യുന്നു. പിന്നെ ഓരോ നിമിഷവും നടത്തുന്ന വിധങ്ങൾക്കായി സ്വോത്രം ചെയ്യുന്നു. മക്കളുടെ സാക്ഷിയെല്ലാം കേട്ടതിനായി സ്വോത്രം ചെയ്യുന്നു. പപ്പ ഒന്നുമില്ലായ്മ നടത്തുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ച വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽപ്പാനും പ്രാർത്ഥിപ്പാനും എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന അത്രയും കാലം കർത്താവിന്റെ വേല ചെയ്യുവാനും എല്ലാ ദൈവമക്കളും ദൈവദാസയെല്ലാം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനലിന് മകളെയും സാക്ഷി കേൾക്കുവാനായിട്ട് തന്ന ചാനലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിനെയും കുടുംബത്തെയും ആ കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും അപ്പൻ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. എന്റെ അപ്പൻ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് സഹായിക്കട്ടെ.